വീഡിയോ എന്താണെന്നറിയോ? നിങ്ങൾ വിചാരിക്കണ്ട എൻ്റെ മകളെ വെച്ചിട്ട് ഞാൻ കാശുണ്ടാക്കാനാണോ, അങ്ങനെയൊന്നും വീഡിയോ ഇട്ടതല്ല. എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതുകൂടാണ്ട് എനിക്ക് ഈ മകൾ പോയ പിന്നെ ഓണമില്ല, വിഷുവില്ല, ഒന്നുമില്ല. ഞാനത് കഴിഞ്ഞ് പിന്നെ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ല. അവളെ ഫോട്ടോസുകൾ, സൗണ്ട്, ഇതൊക്കെ എനിക്ക് ഇനിയും കാലങ്ങളായി നമുക്ക് നമ്മളെ മനസ്സിൽ ഉണ്ടാകണം. എനിക്കത് തന്നെ എനിക്കങ്ങനെ വേണമെന്നില്ല. പിന്നെ എനിക്ക് ഫോട്ടോ ഒന്നും അധികം എടുക്കാനൊന്നും പറ്റിയില്ല. കാശില്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടുന്ന പൈസക്ക് അപ്പോൾ ചെറിയ ഫോട്ടോ പോയി ഫോണിലെടുത്തിട്ട് എഡിറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഫോട്ടോസ് എടുത്ത് വെക്കുക, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് ആൽബമായിട്ട് ഒന്നും വെച്ചിട്ടൊന്നുമില്ല. കുട്ടികളെ ഫോട്ടോ ഒന്നും അങ്ങനെ ഇല്ല. അത് എൻ്റെ അടുത്ത് കാശില്ലാത്തത് ഞാൻ ചെയ്യാറുമില്ല. കിട്ടുമ്പോൾ കാശുണ്ടാകുമ്പോൾ എന്തെങ്കിലും ചെയ്യുന്നല്ലാണ്ട് അങ്ങനെയുള്ള ഫോട്ടോസുകൾ അതൊന്നും ഫോണിലെടുത്താൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവളെ സൗണ്ടൊക്കെ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അത് ശരിക്കും ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവരും പറയും. എന്നാലും എനിക്ക് രാവിലെ 4:30 എണീച്ചാൽ ഇവിടെ ഒരു പക്ഷി വന്നിരിക്കട്ടോ. എൻ്റെ മകൾ പോയ പിന്നെ തുടങ്ങിയതാ ഈ ജനലെടുത്ത് വന്നിട്ട് ഇങ്ങനെ കരയും 4:30. അപ്പോൾ ഞാൻ വിചാരിക്കും എന്താ ഇപ്പോൾ ഈ 4:30 വന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരികളോട് പറഞ്ഞു, ഷീജ എന്നൊരു കുട്ടി, അവളോട് പറഞ്ഞു ഇങ്ങനെ 4:30 വന്ന് ഇങ്ങനെ ആക്കാണ്, എന്തുകൊണ്ടാണ്. അവൾ പോയ പിന്നെയാണ് അങ്ങനെ ഉണ്ടായത്. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാൽ അത് പിന്നെ സൗണ്ട് ഇതൊന്നുമില്ല കേട്ടോ, പിന്നെ പോയി. അങ്ങനെയൊക്കെ ഓരോ ഓർമ്മകളെ പിടിച്ച് മാറാൻ വേണ്ടി പല തവണ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല. എല്ലാവരും പറയുമ്പോൾ കഴിഞ്ഞ കാര്യം മറക്ക് എന്ന് പറയും. അതുകൊണ്ട് എൻ്റെ കുറച്ച് ഫോട്ടോസുകളും വീഡിയോസുകളും, എനിക്ക് ഓണമില്ല, വിഷുവില്ല, ഒന്നുമില്ല. ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആഘോഷിച്ചില്ല. എൻ്റെ കുട്ടി വേറൊരു കുട്ടി ഉണ്ട്. അവന് ഞാൻ അടുത്ത വീട്ടിൽ, ചേച്ചീൻ്റെ വീട് എൻ്റെ അടുത്ത വീട്ടാണ്. അപ്പോൾ സന്തോഷം പിന്നെ നമ്മൾ നല്ല അമ്പലത്തിലൊക്കെ പരിപാടി ഉണ്ടാവില്ലേ, അപ്പോൾ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടും. അങ്ങനെയാണ് ചെയ്യുക. അവന് ഉണ്ടാവില്ലേ ഓരോ ആഗ്രഹങ്ങൾ, അവൻ്റെ ഇതൊന്നും ഞാൻ തടസ്സപ്പെടുത്തില്ല. അവനുള്ള എല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും അവർക്ക് അതിനുള്ള മനസ്സിലാക്കാൻ കഴിയുന്ന സമയം അവർ മനസ്സിലാക്കും. അത്രയും എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ വീഡിയോസ് ഞാൻ ഇടുന്നത് ദയവായി പറയാണ്, കാശുണ്ടാക്കാനുമല്ല. എല്ലാവരോടും പറയണേ, എനിക്കെൻ്റെ ഇടയ്ക്കൊന്ന് കണ്ടിരിക്കണം എൻ്റെ മകളെ. അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങും, നമുക്ക് നല്ല രീതിയിൽ കൊണ്ട് ഒക്കെ യൂട്യൂബ് ചാനൽ ഭയങ്കര തന്നാണ്. ചിലവർ കളിയാക്കും, നിങ്ങളെ വീഡിയോസിന് എന്താ പരസ്യം വരാത്ത ഇങ്ങനെ വെച്ചിട്ട് കുറേ ആൾ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ. പിന്നെ നമുക്ക് പരസ്യം വരാൻ തുടങ്ങി. പിന്നെ എൻ്റെ മകൾ നഷ്ടപ്പെട്ടു. പിന്നെ ഒരു കൊല്ലം വരെ വീഡിയോ ഇട്ടില്ല, സത്യം തന്നെയാണ്. അപ്പം ഇപ്പോൾ ഇടാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാവർക്കും അതാ കുറ്റം. ഇത്ര കാലം പരസ്യം വരാത്തതിനൊക്കെ കുറ്റം കളിയാക്കിയിട്ടുണ്ടായിന്. ഇപ്പോൾ അതാ കുറ്റം. എന്നിട്ട് ഇപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങി. പിന്നെ എല്ലാവർക്കും പലതും പറഞ്ഞുണ്ടാക്കാം. എൻ്റെ മകൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ക്യാരറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഗപ്പീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ നല്ലപോലെ ഒച്ചു പോകുന്നുള്ള അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മകൾ പകൽ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ട് ഓടിപ്പോയിട്ട് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ പിന്നെ എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. ഞാൻ നുണ പറയാൻ നിൽക്കാറുമില്ല. എനിക്ക് എൻ്റെ മനസ്സിലുള്ള സങ്കടം മൊത്തം ആരോടും പറഞ്ഞു തീർക്കാനോ ഒന്നിനും എനിക്ക് ഈ റൂമിലിതാ ഞാൻ ഒറ്റക്കാണ്. സത്യം പറഞ്ഞാൽ എന്നും എൻ്റെ മകൾ നഷ്ടപ്പെട്ട മുതൽ ആരും മിണ്ടാനും പറയാനും നാട്ടുകാരടുത്ത് ഞാൻ നിലയിൽ നാട്ടുകാരടുത്തൊന്നും ഞാൻ പോയിരിക്കില്ല കേട്ടോ. സത്യമാണ്. ആരുടെ വീട്ടിൽ ഞാൻ പോയിരിക്കില്ല. അത് ഇവിടെ ചോദിച്ചാൽ അറിയാം. ഒരു വീട്ടിൽ ഞാൻ പോയിരിക്കില്ല. എന്താണ് അത്രയും പണിയാണ്. ഞാൻ ചെയ്യാത്ത തൊഴിലില്ല. അത്രയും പണി, നമുക്കതിനുള്ള സമയമില്ല. അപ്പം ഇപ്പം മകൾ പോയി പിന്നെ ഞാനിതാ വീട്ടിൽ ഒറ്റപ്പെട്ടു. അതുവരെയാണ് കൂട്ടുകാരികൾ വിളിക്കുവാനോട് കുറച്ച് നേരം ചിലവഴിക്കുക. അങ്ങനെയാണ് ഓരോ വീഡിയോസ് ഞാൻ എടുത്തത്. അവർ കൂട്ടിയിട്ട് പോകുന്നു. ഞാനായിട്ട് പോയി അവർ പറയും നീ ഇങ്ങനെ കരഞ്ഞിരുന്നാലോ. എനിക്ക് ഫോണെടുത്ത് അപ്പോഴും കരച്ചിലാ. എനിക്ക് മിണ്ടാനും പറയാൻ ആരുമില്ല. അതാണ് എൻ്റെ സങ്കടം, പറയാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല. അപ്പോൾ ഞാൻ പ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവരെ വിളിക്കും, വർത്തമാനം പറയും. അപ്പോൾ ഒരു കൂട്ടിയിട്ട് വരും, എല്ലാം എന്നോട് വരാൻ പറയും. അപ്പോൾ ഞാൻ പോകും, രാവിലെ പോകും, വൈകുന്നേരം വരും. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ മകളെ വെച്ച് കാശുണ്ടാക്കാനോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ പറയണം, നിങ്ങൾ എന്ത് വിചാരിച്ചാലും എന്ത് കരുതിയാലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ വീഡിയോ ഫോട്ടോസുകൾ, എൻ്റെ മകളെ ഫോട്ടോസുകൾ എനിക്ക് നഷ്ടപ്പെടാണ്ടിരിക്കണം. അവളെ സൗണ്ട് എല്ലാവരും പറയും ഇത് ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരുന്ന് പറയും. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് കാശുണ്ടാക്കാൻ എനിക്ക് എൻ്റെ മകളെ വെച്ചിട്ട് കാശുണ്ടാക്കണം എന്നേ ആവാം. എൻ്റെ മകൾ പോയതിൻ്റെ 5-6 മാസം കൊണ്ട് എനിക്ക് ഇട്ടൂടെ, അതൊന്നല്ല. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട്. ഈ കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതും കൂടി എനിക്ക് പറയണം. അത് തുടക്കത്തിൽ ഇങ്ങനെ ആവട്ടെ വെച്ച്. പിന്നെ എൻ്റെ മോളെ ഫോട്ടോക്ക് ഞാൻ വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് കളയണം. എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നത്, ഞാൻ തന്നെ ക്യാമറ എല്ലാം ഞാൻ തന്നെയാണ്. ആരും എടുത്തു തരാനുമില്ല, ആരും എഡിറ്റ് ചെയ്യാനുമില്ല, ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആരോടും എനിക്ക് പറയാനില്ല. ഞാൻ തന്നെ സ്റ്റാൻഡ് വെച്ചെടുക്കുന്നത്,
ചിലപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാവില്ല, കൈ വെച്ചെടുക്കും, അങ്ങനെയൊക്കെ ഓരോ ചുമരുമ്മിൽ താക്കം വെച്ചു അങ്ങനെയെങ്കിലും എടുക്കും. അതുകൊണ്ട് എൻ്റെ മകളുള്ളവർ അതൊന്നും നമുക്ക് എടുത്തു തരാൻ ആളുണ്ടായിരുന്നു. പിന്നെ അവളെല്ലാ വീഡിയോയിലും അവളെ സൗണ്ടാണ്. അപ്പോൾ അതൊക്കെ വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ടായി, എല്ലാം ഡിലീറ്റ് ആക്കി കളഞ്ഞു. കുറേ പച്ചക്കറീൻ്റെ വീഡിയോ ഉണ്ടായിന്, അതെല്ലാം ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പോൾ ഞാനതുകൊണ്ടാണ് കുറച്ച് ഫോട്ടോസുകൾ വീഡിയോയിൽ കിടക്കട്ടെ. അപ്പോൾ ആരെന്ത് വിചാരിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല. എല്ലാവരും കാണാൻ പറ്റുന്നൊരു അത് കണ്ടാൽ മതി, അല്ലാത്തവർ കാണണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ആർക്ക് എന്ത് വേണം പറയുക, ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു പെറ്റമ്മേൻ്റെ സങ്കടം ഞാൻ അതിൽ എത്രയേ ഉള്ളൂ. അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ ആരോടും എനിക്കൊന്നും പറയാനൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ സങ്കടം ഞാൻ അതിലിട്ടു, അത്രയേ ഉള്ളൂ. എൻ്റെ മകളെ ഞാനൊരു ഫ്രണ്ട് പോലെ, നമ്മളെവിടെ പോകുമ്പോൾ ഒരുമിച്ച് പോവുക, എവിടെയായാലും അങ്ങനെയൊന്നുമില്ല. നമ്മൾ പൂരത്തിന് പോയാൽ 3 പേരെ ഒരുമിച്ചാണ് പോവുക. രാത്രി 11 മണിയായാലും പൂരക്കാവൊന്നും വരില്ല. അന്നേരം കുട്ടികളെ അച്ഛനുണ്ടാവില്ല കൂടെ, അവർ വരെ പാർട്ടി, അവർക്ക് അവർ നല്ല വെള്ളടിയാണ്. ഇപ്പൊന്നല്ല, എൻ്റെ വർഷങ്ങളായി, എൻ്റെ കല്യാണം കഴിഞ്ഞ മുതലേ ഉള്ളതാണ്. ആർക്കും അറിയില്ല. ഞാൻ എൻ്റെ മക്കളെ ഭാവിക്ക് വേണ്ടിയിട്ട് എല്ലാം ഒളിപ്പിച്ച് വെച്ചു. അതാണ് ഞാൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്. അതാ, എൻ്റെ മക്കളെ ഭാവി കളയല്ലേ, എൻ്റെ മക്കളെ ഭാവി പോവല്ലോ, അങ്ങനെ ഒരു കരുതൽ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒളിപ്പിച്ച് വെച്ചു. അതാണ് എൻ്റെ തെറ്റ്. അതാണ് എല്ലാവരും ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ കാരണമാണ് അയാളെ, എൻ്റെ മകൾ പോയിട്ടാവില്ല അയാൾ കുടിയനായി, ഞാൻ കാരണം അവർ കുടിക്കുന്നത്, അങ്ങനെയൊക്കെ പറയാൻ കാരണം അതാ. ഇതാണ് നമ്മളെ അവസാനത്തെ, എൻ്റെയും എൻ്റെ മകളെ അവസാനത്തെ ഓണം. പിന്നെ അവളിതാ നല്ല എപ്പം നോക്കിയാലും ഫോട്ടോ എടുക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ എൻ്റെ മകൾ നഷ്ടപ്പെട്ട പിന്നെ എടുത്ത വീഡിയോ ആണിത്. ഇത് കണ്ട നിങ്ങൾക്ക് അറിയാം അന്നത്തെ ലതിയും ഇന്നത്തെ ലതിയും എങ്ങനെയാണെന്ന്. 2 കൊല്ലമായിട്ടുള്ളൂ. ഇതെൻ്റെ മോള് 6 മാസത്തിലെടുത്തതാണ്. 6 മാസം കഴിഞ്ഞു. ഇത് 3 വയസ്സിലെടുത്തതാണ് എൻ്റെ മോളെ ഫോട്ടോ, സ്റ്റുഡിയോയിൽ പോയിട്ട്. ഇത് എൻ്റെ മോൻ ജനിച്ച പിന്നെ മോന് 1 വയസ്സ് ആകുമ്പോൾ എടുത്തതാണ്, മുടി വെട്ടുന്നതിന് മുമ്പായിട്ട്. എൻ്റെ മോള് ദീപാവലിക്ക് എടുത്തതാണ് കേട്ടോ ഇത്. അങ്ങനെ പല ഫോട്ടോസ് കൊണ്ട് ഇങ്ങനെ മൂടി നമുക്ക് ഇത് ചിരി ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. അതാണ് എന്നെ എത്ര വലിയ താങ്ങുന്നത്. എനിക്ക് കല്യാണം നടത്തി കൊടുത്താൽ ഇത്ര സങ്കടമല്ലായിരുന്നു. ആ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ ഒരാളോട് പറഞ്ഞ് വിശ്വസിക്കില്ല. അതാണ് എനിക്ക് ആ ചിരി മറക്കാൻ പറ്റുന്നില്ല കുട്ടീൻ്റെ. അപ്പോൾ ഞാനൊരു ഫോട്ടോസ് എപ്പോഴും എടുത്ത് നോക്കും. ഒക്കെ ക്രിസ്മസ് വന്നാലും പൂരം വന്നാലും എല്ലാം വന്നാലും ഭയങ്കര ഇതാണ്. ഫോട്ടോ എടുക്കണോ, അതെടുക്കണോ, ഇതെടുക്കണം എന്നിട്ട് എല്ലാം എടുക്കും കേട്ടോ. എനിക്ക് പിന്നെ ഞാനും അങ്ങനെ ഉണ്ടായ വ്യക്തിയാണ്. ഞാനിപ്പോൾ എൻ്റെ മകൾ നഷ്ടപ്പെട്ട് പിന്നെ എനിക്ക് ഫോട്ടോയിലൊക്കെ വേക്കോട്ടടിച്ചത്. എനിക്കൊന്നിനും സന്തോഷം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ചോദിച്ചാൽ ഒന്നും പറ്റുന്നില്ല, മനസ്സ് സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഞാൻ എത്രയും വല്ലാണ്ട് സങ്കടപ്പെടുമ്പോൾ ഫ്രണ്ടിനെ വിളിക്കും. പ്രിയ എന്ന് പറഞ്ഞതും പിന്നെ ധന്യ എന്ന് പറഞ്ഞ അവരൊക്കെ വിളിച്ചാൽ അവർ പറയും ഇങ്ങോട്ട് വാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയയും ഞാനും പ്രിയേൻ്റെ വീട്ടിൽ കൂടും, കുറച്ച് നേരം ചിലവ് കഴിക്കും, എന്നിട്ട് പോരും. അത്രയും നമുക്കുള്ള നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കേ ഇതൊന്നും മറ്റേ പുറത്ത് പോകുന്നവർക്ക് പ്രശ്നം വരില്ല. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു സമയം ഈ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്നതുകൊണ്ട് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിൻ്റെ റോബി കുട്ടിയതാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റോബീന. അതിനെ കുളിപ്പിക്കൂ എല്ലാം വിളിച്ചു. അവൾ പോയോടെ അതിന് ഒന്നും സുഖമില്ലായ്മ രോമൊക്കെ പോയി ആകെ നാശമായി. അവൾ രാവിലെ നടത്തിക്കൂ. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ഒപ്പരം പോവുക, ചിലവ് കഴിക്കുക, സമയം കളയുക, ഇതൊക്കെയാണ് നമ്മളെ. അവൾക്ക് ഭയങ്കര സെൽഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോട്ടോ എടുക്കൽ പിടിക്കൽ ഇതൊക്കെ ഒരു ഇതാണ്. പിന്നെ പിറന്നാൾ വന്ന ഭയങ്കര, അനിയൻ്റെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അവളെ പിറന്നാൾ അങ്ങനെ ആഘോഷിക്കില്ല അവൾ. അനിയൻ്റെ പിറന്നാൾ നല്ല ആഘോഷിക്കും. അവൾ അത്തത്തിനന്ന് ഞാൻ ലാസ്റ്റത്തെ പിറന്നാൾ ആഘോഷിച്ച്. അന്ന് എനിക്ക് കാലിന് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും വെച്ച് കൊടുക്കാനും പറ്റിയില്ല. അന്ന് അത്തത്തിനന്ന് കാല് വേദനിച്ചിട്ട് കിടക്കുന്നുണ്ടേ ഒന്നും ഉണ്ടാക്കാൻ കൊടുക്കില്ല. അതൊരു സങ്കടം. അതുകൊണ്ട് ഓണം വരുമ്പോൾ അതെല്ലാം ഒരു ഓർമ്മയാണ്. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ സങ്കടം. ഇതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, ആരും മനസ്സിലാക്കുന്നില്ല ഈ പെറ്റമ്മേനെ. ഇപ്പം കുറ്റം പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർ ഈ വീട്ടിൽ നമ്മൾ ഷോർട്ടായിട്ട് സംസാരിക്കുമ്പോൾ അവരാണ് ദുഷ്ടന്മാർ, അവരാണ് മോശക്കാർ. ശരിക്കും അവരുടെ ഉള്ളിലാണ് ഈ സ്നേഹം മൊത്തം ഉണ്ടാവുക. നമ്മൾ നന്നാകാനാണ് പറയുന്നത്, എല്ലാം തോന്നുന്നുണ്ടോ? ഏതൊരമ്മ അവരടിക്കുന്നുണ്ടെങ്കിലും ചീത്ത പറയുന്നുണ്ടെങ്കിലും അവർ നന്നാകാൻ വേണ്ടി പറയാണ്. ഇതാണ് എൻ്റെ മക്കൾ, 2 മക്കളാണിത്. അവർക്ക് പിറന്നാളും ഇതെൻ്റെ മോള് 10ാം ക്ലാസ് പാസ് ചെയ്ത ഡയമണ്ടിൻ്റെ മോതിരം, ബ്രേസ്ലെറ്റ്, ചെയിന് ഒക്കെ ഞാൻ കൊടുത്തതാണ്. നമുക്ക് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നല്ലപോലെ പോകണം എന്നിട്ട് ലാപ്ടോപ്പൊക്കെ മേടിച്ചു അതിലൊക്കെ വീഡിയോ ഓടിക്കൂ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എന്നെ എഡിറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ എടുക്കും. ചിലപ്പോൾ അവളും കൂടും.
അങ്ങനെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ ഓക്ക്. എത്ര കുട്ടികൾ, ഏത് വീട്ടിൽ കുട്ടികളുണ്ടോ ആ വീട്ടിലൊക്കെ പോകുള്ളൂ. എന്നിട്ട് കുട്ടികൾ അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മേലെ പഴങ്ങളുണ്ടായാലും എൻ്റെ മോള് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പഴങ്ങൾ. അപ്പോൾ ഞാൻ ആ കുട്ടികളുള്ള വീട്ടിലൊക്കെ കൊടുത്തു, എല്ലാ വീട്ടിലും. ഇനി അംഗനവാടിയിലെ കുട്ടികളുണ്ട് കുറച്ച്, അവർക്കും കൂടി കൊടുക്കണം. ബാക്കി എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയാൻ കാരണം ഒന്നും കൂടി ഞാൻ പറയാണ്, ഞാനൊന്നും വിചാരിച്ചിട്ടില്ല എൻ്റെ ഫോട്ടോ വീഡിയോ, എൻ്റെ മോളെ ഫോട്ടോയും വീഡിയോ ഒക്കെ നഷ്ടപ്പെടേണ്ട വെച്ചിട്ടാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത്. ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ. ചാഞ്ഞൂറ് പോട്ടെ തട്ടി